വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീരാഗ് ദിവ്യ ഒഫീഷ്യൽ. അപ്പോൾ നിങ്ങൾ തംബ്ലൈനിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മുടെ ലൈഫിലെ ഒരു പ്രധാന തീരുമാനം നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മൾ വീട് മാറാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ് വീട് മാറാനുള്ള റീസൺ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എനിക്ക് ഈ ഒരു ടോപ്പിക്ക് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയണം. സോ നമുക്ക് ഒട്ടും ടൈം കളയാതെ നമുക്ക് അമ്മയുടെ അടുത്ത് പോയിട്ട് കാര്യം പറയാം. അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് കാണാം. അച്ഛാ സൗണ്ട്, ഞാൻ ഫോൺ എടുത്തത് അച്ഛൻ ടിവിയുടെ സൗണ്ട് കുറയ്ക്കും. ഓക്കെ, ഹായ് എല്ലാവരും ഉണ്ടല്ലോ ഒരു ഫ്രെയിമിൽ. ഒരു മിനിറ്റ്, ഒരു ലൈറ്റ് ഓടെ ഇട്ടെ. അച്ഛാ, അതായത് ഞാൻ വീട് മാറാൻ പോവാണ്. വീട് മാറാനാ? എന്താ ഈ വീട് പിടിച്ചില്ലയോ? വീട് മാറാനാ? അല്ല, വീട് മാറാൻ പോണ പറഞ്ഞ വീട് മാറില്ലോ. അതെ, എന്ത് സമാധാനായി രണ്ടുപേരും പോകുമ്പോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റും വീട് മാറാൻ? വാടക ആര് കൊടുക്കും? ഒരു മിനിറ്റ്, ഒന്ന് റിവേഴ്സ് ഗിയർ പോട്ടെ. ഞാൻ എന്റെ അച്ഛനമ്മയും വിട്ടിട്ടൊന്നും വരില്ല. അപ്പൊ നമുക്ക് 4 പേർക്കും കൂടെ വീട് മാറിയല്ലോ. ഈ വീട് ഇടിച്ചു പൊളിച്ചിട്ട് വേറെ വീട് കേട്ടാനാ? ഇല്ല, എനിക്ക് എന്തായാലും ഈ വീട് പറ്റില്ല. കാര്യം പറ. ഈ വീട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണ്. എല്ലാ വീടും കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കണത്. ഈ വീട് മാത്രമല്ല. ഇല്ല, ഞാൻ ഇനി എന്റെ വേർപ്പിന്റെ ഇതാണ് ഈ സ്ഥലം. അത് ശരിയാ, അച്ഛൻ ഫാൻ ഇടാതിരുന്ന് വേറെല്ലാം ഈ വീട്ടിൽ തന്നെ പോയാണ്. ഫാനേ ഇടില്ല ഗൈസ്. ശരി, അപ്പൊ എന്താ സംഭവം എന്ന് ഞാൻ പറയാം. ഞാൻ വീട് മാറാൻ പോണ്. പിന്നെ റിപ്പീറ്റ് അടിക്കാതെ കാര്യം. വീട് മാറാൻ പോണെന്ന് പറഞ്ഞാൽ ഈ വീടിനെ ഞാൻ മാറ്റാൻ പോവാണ്. എങ്ങനെ? വേറെ മറ്റേ അച്ഛൻ ഇങ്ങനെ പറയാൻ പാടില്ല. പിന്നെന്താണ് വീട് മാറ്റാൻ പോണെന്ന്? അതായത് 3 പേരും ഒപ്പം കിട്ടുമോ? ഇല്ല, എന്നാലും ഞാൻ പറയാം. നമുക്കേ അയ്യോ ക്യാമറ പറഞ്ഞു. നമുക്കേ ഈ വീടിന്റെ പെയിന്റ് മാറ്റിയാലോ? അല്ലെങ്കിലും ഞാൻ അമ്മടുത്ത് അപ്പോഴും പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോവില്ല. അമ്മയ്ക്കും അച്ഛനും വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അത് പോവൂല. അപ്പൊ ഞങ്ങളും പോവില്ല. ഞാൻ അവസാനം വരെ പഴി എടുത്തിട്ടേ ഞാൻ ഇരിക്കും. നമ്മുടെ ഈ വീട് ഇപ്പൊ ആകെ ഒരു ഏകദേശം എത്ര വർഷമായി നിങ്ങൾ ഈ ഒരു പെയിന്റ് അടിച്ചിട്ട്? ഇല്ലില്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. 6 വർഷത്തിന് മേലെയായി അല്ലേ? ശരി, ഇപ്പൊ അച്ഛൻ എത്രയും നിർത്തണം? 5 നിർത്തട്ടെ. ശരി, 5 വർഷമായി. അപ്പൊ നമ്മള് ഈ വീട് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് എന്ത് കളറായിരുന്നു? ഒരു പച്ച. ആ പച്ചയുടെ മേലക്കൂടെയാണ് നിങ്ങൾ കല്യാണ തിരക്കില് വീണ്ടും റോസ് അടിച്ചത്. അപ്പൊ പച്ചയും റോസും കൂടെ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ ഇടുമ്പോ നമ്മുടെ വ്യൂവേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് നിങ്ങളുടെ വീട് ഭയങ്കര കാടാണ്, നിങ്ങൾ ഈ കാട്ടിലാണോ താമസം? ഓക്കെ, ഇപ്പൊ ഇനി അച്ഛന് സന്തോഷാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. പെയിന്റ് ഞാൻ ബുക്ക് ചെയ്യും, കാശ് അച്ഛൻ കൊടുക്കും, അന്ന അമ്മ കൊടുക്കും, അല്ലെങ്കിൽ ഏട്ടൻ കൊടുക്കും. അല്ല, അതൊന്നും നമ്മൾ നമുക്ക് എല്ലാ കാര്യം പറഞ്ഞു തന്നിട്ട് ബാക്കി കാര്യം എന്ത് ചെയ്യണം അത് വേറെ കാര്യം ചെയ്യും. പെയിന്റ് അടിക്കേ. ശരി, അപ്പൊ നമുക്ക് കുലുക്കി എടുക്കാം. നിങ്ങളുടെ 3 പേരുടെ പേരിട്ടിട്ട് ഞാൻ ഒരു ബൗള് വെക്കാം. ഞാൻ ഓൺലി ക്യാമറ. നമ്മള് 2 പേരും വീട്ടമ്മമാര്. പാവം കണ്ട നൈറ്റേക്ക് ഇട്ട് പാവം. ഞങ്ങളെ കണ്ട പൈസ ഉണ്ടെന്നാ തോന്നുന്നത്. അല്ല തോന്നി. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ അഹങ്കാരമൊന്നുമില്ല. അപ്പൊ അച്ഛനും മാനും കൂടെ തീരുമാനിക്കും. അപ്പൊ ഞാൻ ചോദിച്ചതിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഒന്നുമില്ലല്ലോ? എന്താ ചെയ്യ, എല്ലാം എന്റെ തലയിൽ തന്നെ ഇങ്ങനെ വരുള്ളൂ പറഞ്ഞ. അതാണ് ഞാൻ വെയിലും കൂടെ കാണിക്കാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് പെയിന്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. പിന്നെ എപ്പ പണി സ്റ്റാർട്ട് ചെയ്യാം, ആദ്യം പൈസ എപ്പ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം. ഓക്കെ അല്ലേ? സമ്മതം? ഏട്ടന് സമ്മതം? ഓക്കേ.
അങ്ങനെ ഞങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്തു കേട്ടോ. പെയിൻറ്റിങ് എന്തായാലും ചെയ്യണം, ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ആ ഒരു വൈബിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പെയിൻറ്റ് എവിടെ നിന്ന് എടുക്കും? ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങിന് പെയിൻറ്റ് വേണമല്ലോ. അപ്പോൾ കടയിൽ പോയി എടുക്കണോ അതോ നമ്മൾ പുറത്തുനിന്ന് വരുത്തണോ, അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു ഇങ്ങനെ തലയിൽ ഓടണം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തു. പിന്നെ അച്ഛൻ പറഞ്ഞു കടയിൽ പോയി നേരിട്ട് എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫൈനലി കുറേ ദിവസങ്ങളുടെ ആ ഒരു ഇതിന് ശേഷം നമ്മൾ സ്പാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻ്റാണ് നമ്മൾ ചൂസ് ചെയ്തത്. ആക്ച്വലി നല്ല റിവ്യൂ ആയിരുന്നു നമ്മുടെ ഗൂഗിളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു, ഇൻസ്റ്റയിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ട് കോൺടാക്ട് ചെയ്തു. പിന്നെ അവർ നമുക്ക് നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അവർ കുറേ കളേഴ്സ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. പിന്നെ നമ്മൾ കളർ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തു, എത്ര ലിറ്റർ വേണം എന്നുള്ളതും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാ ത്രൂ ആയിട്ടാണ് നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്തത്. ഇൻസ്റ്റയിൽ ഒരുപാട് പേരുടെ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി. ഇനിയിപ്പോൾ എന്താവുന്നൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല, പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം ഗൂഗിൾ റിവ്യൂവും കാര്യങ്ങളും റേറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ശരി എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെയിൻറ്റ് തൃശ്ശൂർ ബേസ്ഡ് ആണ് ഈ ഒരു കമ്പനി വരുന്നത്, സ്പാനിയ എന്ന് പറഞ്ഞിട്ട്. എമല്യൂഷനും പ്രൈമറും പിന്നെ ഒരു ബോർഡർ കളറും കൂടിയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു ചേട്ടനാണ് നമുക്ക് ഡോർ ഡെലിവറി ചെയ്ത് തന്നെ. ആൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കമ്പനിയായിരുന്നു കേട്ടോ ഈ ഒരു ചേട്ടൻ. അപ്പോൾ പെയിൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പെയിൻറ്റിങ്ങിന് ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിറ്റൂരിൽ നിന്ന് തന്നെ ഒരു ടീം ഉണ്ടായിരുന്നു, ജയേട്ടൻ എന്ന് പറഞ്ഞിട്ട്. ആൾ നമ്മൾ എന്താ പറയുക നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ വീടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളും നല്ല ഫിനിഷിങ്ങിലൊക്കെ പെയിൻറ്റിങ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു പെയിൻറ്റ് കിട്ടിയ ശേഷം നിങ്ങൾ ഇൻഫോം ചെയ്താൽ നമ്മൾ വരാം എന്നുള്ളൊരു രീതിക്ക് സംസാരിച്ചിട്ടുണ്ടായി. അപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ വീടിന് മുമ്പിലുള്ള ചെടികളും സംഭവങ്ങളൊക്കെ തൂത്ത് വൃത്തിയാക്കിയാൽ ഈ ഒരു പെയിൻറ്റിങ്ങിന് അവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നൈസായിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം എൻ്റെ കെട്ടിയവൻ കുടിവാളും എടുത്ത് വന്ന് എല്ലാം ചന്നം പിന്നെ വെട്ടുമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആകെ കൂടെ വിഷമമായിരുന്നു. എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും നിലാക്കുട്ടിക്കും ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മൾ ഇത്രയും വെച്ച് വലുതാക്കിയിട്ട് വെട്ടിക്കളയുമ്പോൾ അതിൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 1.5 വിഷമം തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഈ ഒരു ഫുൾ ഫിനിഷിംഗ് ലുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് നീറ്റാക്കണം, എന്നാലല്ല ആ ചേട്ടന്മാർക്ക് സ്മൂത്തായിട്ട് പണി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഈ ഒരു കൊയ്യാവുമരം വെട്ടിയപ്പോഴാണ് എനിക്ക് ഏറ്റവും കരച്ചിൽ വന്നത്. കാരണം അതിൽ ഒരുപാട് കായ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ ചെയ്യുക, മതിലിനും കുറച്ച് ഡാമേജ് ആണ്. അപ്പോൾ നമ്മുടെ സിന്ധു ആൻറ്റി ഞാനിങ്ങനെ ആൻറ്റി ചെന്നൈയിൽ നിന്ന് വന്നതാണ് അന്ന്. അപ്പം ഞാനിങ്ങനെ കായ കൊണ്ടേ കൊടുത്തപ്പോൾ ആൻറ്റിയും പറഞ്ഞു നീ എന്തിനാ പിന്നെ ഇത് വെട്ടണേന്ന്. പിന്നെ ആകെ കൂടെ എല്ലാവരും പറഞ്ഞപ്പോൾ സങ്കടമായി. പക്ഷെ നമുക്ക് വെട്ടാതെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആ കൊയ്യാവുമരത്തിൽ അവസാന കായം ഞാൻ കഴിച്ചു ഗൈസ്. ഇനി ഇത് എപ്പോൾ കിളിർത്ത് വന്ന് മരമായി കാച്ച് തിന്നാനാണ് അവൻ, എന്നാലും വേണ്ടില്ല. പിന്നെ ചെമ്പരത്തി ഉണ്ടായിരുന്നു. ചെമ്പരത്തി ആണെങ്കിൽ കയ്യും കണക്കില്ലാതെയാണ് പൂത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വെട്ടുന്ന സമയമാകുമ്പോൾ. പിന്നെ അതിൽ നിന്ന് കുറേ മുട്ടൊക്കെ ഞാൻ വലിച്ചു വെച്ചു, ചിലപ്പോൾ നാളത്തേക്ക് വിരിഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് മുട്ടൊക്കെ വലിച്ചു വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലീനിങ് ആണ്. ഇതൊരു ഡീപ്പ് ക്ലീൻ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു മെഷീൻ വെച്ചിട്ടാണ് നമ്മുടെ വീടിൻ്റെ മുക്കിലും മൂലയിലുള്ള എല്ലാ അഴുക്കും, അതേപോലെ പഴയ പെയിൻറ്റ്, ആ ഒരു പിങ്ക് കളർ പെയിൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു പൊളിഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ
പക്കാ നമ്മൾ വൃത്തിയാക്കണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ 8ൻ്റെ പണിയല്ല, ശരിക്കും പറഞ്ഞാൽ 888ൻ്റെ പണിയാണ് നമുക്ക് കിട്ടിയത്. എന്താണെന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ മതിൽ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി. പിന്നെ നമുക്ക് അവിടെയൊക്കെ ഈ സിമൻറ്റ് കട്ടകളൊക്കെ എന്താ പറയുക പൊട്ടിപ്പോയ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുൾഫിൽ ചെയ്താലേ നമുക്ക് പുട്ടിയടിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കെട്ടുപണിക്ക് വന്ന ചേട്ടന്മാരും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ പെയിൻറ്റിങ്ങിൻ്റെ ചേട്ടന്മാരും ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ഞുമഴ വീണ പോലെയാണ് ശരിക്കും ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഇത് വൃത്തിയാക്കണമെങ്കിൽ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പെയിൻറ്റിൻ്റെ ചേട്ടന്മാർ ഒരു 4 പേര് 5 പേരൊക്കെ ഡെയിലി വരുമായിരുന്നു. കാരണം ഓരോരുത്തർ അവർ ഒട്ടും ടൈം വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മഴയുടെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ ഒരാൾ ക്ലീനിങ്ങിന് നിൽക്കും, ഒരാൾ പുട്ടി അടിക്കാൻ നിൽക്കും, ഒരാൾ ഇതൊക്കെ ഇങ്ങനെ പെയിൻ്റൊക്കെ ചുരണ്ടി കളയാൻ നിൽക്കും. അങ്ങനെ അവർ നല്ല രീതിക്ക് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മുടെ വീടിൻ്റെ കോല ഇതാണ് കേട്ടോ. ചുറ്റും വൃത്തികേടെന്ന് പറഞ്ഞാൽ അമ്മാതിരി വൃത്തികേടായി. ഞാൻ പിന്നെ വേഗം വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞ് ക്യാമറ കൈ പിടിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ പണിയെടുക്കേണ്ടി വന്നില്ല ഫസ്റ്റ് ഡേ. അപ്പോൾ ശ്രീരാഘേട്ടനും അമ്മയും കൂടെ കുറേ ചെടിച്ചട്ടികൾ അങ്ങോട്ട് തൂക്കി ഇങ്ങോട്ട് തൂക്കി ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. കാരണം ചുറ്റിലും പണി ചെയ്യണതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എൻ്റെ ചെടികളൊക്കെ വെക്കണമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കറ്റാർ വാഴയൊക്കെ എൻ്റെ പൊന്നെ ഇതേ കിടക്കണം, ചാക്കും വട്ടയും കിട്ടയൊക്കെ ആയിട്ട് മൊത്തം പൊളിഞ്ഞ് കിടക്കായിരുന്നു. പിന്നെ ശ്രീരാഘേട്ടന് 1-2 ദിവസം ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പേഴ്സണൽ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി മാറ്റിയൊക്കെ വെക്കാനുണ്ട്. പിന്നെ അതേപോലെ അത്യാവശ്യം നല്ല പണിയുള്ളൊരു ഇതാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിങ്ങനെ ചുരണ്ടി കളയാൻ ഈസിയാണ്, പക്ഷെ നമുക്ക് ഫ്ലോർ വൃത്തിയാക്കണമെങ്കിൽ ഭയങ്കര പാടായിരുന്നു. അപ്പം ശ്രീരാഘേട്ടൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കുന്ന കാര്യമല്ലേ, അതിനൊക്കെ ഞാൻ ബെസ്റ്റാന്ന് പറഞ്ഞിട്ട് ആളും എന്തോ ഒരു സാധനം എടുത്തിട്ട് ഇന്ന് ചുരണ്ടുണ്ടായിട്ടാണ്. അപ്പോൾ ഞാൻ അമ്മേനോട് പറയണം, അമ്മയുടെ മോന് ഇതേ പണിയെടുക്കുന്നു, വേണമെങ്കിൽ വന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട്. സംഭവം വേറെ ഒന്നുമല്ല, മഴയുടെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ വർക്ക് ഫുള്ളും കൊണ്ടുപോകുന്നത്. അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ അമ്മാതിരി ചാറ്റലും മഴയും കാറ്റും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇട്ട ടൈമിൽ കുറേ പേര് ചോദിച്ചതാണ് നിങ്ങൾ എന്തിനാ മഴക്കാലത്ത് പോയി വീട് പെയിൻ്റ് അടിക്കാൻ നിൽക്കണേന്ന്. അപ്പം ഇൻസ്റ്റയിൽ മാത്രമല്ല, നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും റോട്ടിൽ കൂടെ നടന്നു പോകുന്നവരൊക്കെ ചോദിക്കുന്നത് എന്താണ് മഴക്കാലത്ത് പെയിൻ്റ് അടിക്കണത്. ശരിക്കും പറഞ്ഞാൽ പാവി ചെല്ലണം പാതാളം എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ മഴക്കാലത്തല്ല ആക്ച്വലി ഈ ഒരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്, നല്ല വെയിലുള്ള ടൈമിൽ തന്നെ ആയിരുന്നു. പക്ഷെ പെട്ടെന്നുണ്ടായ ന്യൂനമർദ്ദം കൊണ്ട് എന്താ പറയുക, കലികാലം എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ടൈമിലാണ് ഈ മഴയും കാറ്റും ഒക്കെ വന്നത്. അല്ലാതെ നമ്മൾ മഴക്കാലത്ത് കൊണ്ടുപോയി പെയിൻ്റ് അടിക്കാൻ ഞങ്ങൾ എന്താ മണ്ടന്മാരാണോ, ഉള്ള പൈസയും കളഞ്ഞ് എന്താ പറയുക ഇത്രയും പണിക്ക് ആളെയും നിർത്തിയിട്ട് ഈ വീട് മഴക്കാലത്ത് കൊണ്ടുപോയി പെയിൻറ്റ് ചെയ്യാൻ നമ്മളെന്താ മണ്ടന്മാരാണോ? അല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ചെയ്ത് തുടങ്ങിയത് കറക്റ്റ് ടൈമിലാണ്. പക്ഷെ നമുക്ക് കിട്ടിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 888ൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് നേരത്തെ കാലത്തെ ആയിപ്പോയി. മഴ എന്ന് പറഞ്ഞാൽ എന്തോ ഞങ്ങളോട് പ്രതികാരം തീർക്കാൻ വരുന്ന പോലെയാണ് മഴ വരുമ്പോൾ അമ്മാതിരി മഴയും കാറ്റും ചാറലും ഒക്കെ ആയിട്ട് മൊത്തം അലമ്പാക്കി കളഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ ശരിക്കും ഞങ്ങളുടെ മൈൻഡൊക്കെ പോയി. ദൈവമേ എന്താണിത്, നമ്മളിങ്ങനെ തുടങ്ങി ഈ വീടാണെങ്കിൽ മൊത്തം അലമ്പായിട്ടൊക്കെ കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ മൊത്തം ചുരണ്ടിയിട്ടും പുട്ടി അടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന വീടാണ്. പിന്നെ സൈഡിലായിട്ട് കെട്ടുപണികളും നടക്കുന്നുണ്ട്, സിമൻറ്റും മണലും എല്ലാം ഇളകിപ്പോകുന്നുമുണ്ട്. ആകെക്കൂടെ നമുക്ക് പണി അങ്ങോട്ട് നിർത്തി വെച്ചാലോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോയൊരു സിറ്റുവേഷനാണിത്. മഴ ഒരു സൈഡിൽ, പിന്നെ അതേപോലെ നമ്മുടെ വീട് കിടക്കണ കാണുമ്പോൾ അത് ഭയങ്കര ഒരു ഫീല്, വേറെ ഒരു ഫീല്. പിന്നെ ഈ ചുറ്റുമുള്ള ഫ്ലോർ ക്ലീനിങ് അത് അതിനേക്കാൾ. ശ്രീരാഘേട്ടനൊക്കെ ഫുള്ളും ടയേർഡായി. ഞാനിങ്ങനെ ക്യാമറയും പിടിച്ച് നടക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആകെ ഒരേ ഒരു ചെടി ബാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, പുള്ളി അതിനെയും ഓടിച്ച് കളഞ്ഞു. ഞാൻ ഈ ഒരു ചെടി ഇങ്ങനെ മിണ്ടാതെ ഓർമ്മിപ്പിക്കാതെ നിന്നതാണ്, അതെങ്കിലും അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ അതിനെയും ഉടച്ച് കളഞ്ഞു. ഈ ഒരു ചെടി പോയപ്പോൾ ശരിക്കും കരച്ചിൽ വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കിളികൾ കൂട് കൂട്ടിയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഈ ഓഡിയോ എൻ്റെ കട്ടായിപ്പോയി. അപ്പോൾ പുള്ളിയാണെങ്കിൽ അതുകൊണ്ട് ഒരൊറ്റ വീശാണ്. നിലാനാണെങ്കിൽ ആകെ സങ്കടം. ഇവളാണെങ്കിൽ ചെറുപ്പം തൊട്ടേ ഇവയ്ക്ക് എന്തെങ്കിലും ഒരു പുല്ല് വലിക്കുകയാണെങ്കിൽ പോലും കരയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഈ വീട് മൊത്തം പണി ചെയ്തതെന്ന്. പക്ഷെ അതിനേക്കാളും ടയേർഡാണ് ഗൈസ് ഈ വീട് ഫുള്ളും കവർ ചെയ്യുക എന്ന് പറയുന്നത്. നിസ്സാര കാര്യമൊന്നുമല്ല. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ എന്ത് നടന്നാലും ഇവിടെ എന്ത് നടന്നാലും ഞാൻ ഓടിയാണ് ശരിക്കും പറഞ്ഞാൽ ടയേർഡായത്. അങ്ങനെ ഞാൻ നമ്മുടെ സ്പാനിയയുടെ എമല്യൂഷനും പ്രൈമറും അതേപോലെ നമ്മുടെ ബോർഡർ കളറും ഒരെണ്ണമുണ്ട്. അങ്ങനെയാണ് നമ്മൾ അവരുടെ നിന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എമല്യൂഷൻ അല്ല, പ്രൈമർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രൈമർ നമ്മുടെ ബെഡ്റൂമിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അവിടെ പിന്നെ മഴ വന്നാലും നനയില്ല, ഷീറ്റ് ഇറക്കിയതുകൊണ്ട് മഴ വന്നാലും നനയില്ല. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞു നമുക്ക് എന്നാൽ പിന്നെ പ്രൈമർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടന്മാർ പ്രൈമർ കലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലോങ്ങിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള വ്യൂ എന്ന് പറയുമ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലത്തെ അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പച്ച കളർ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടോ? നമ്മുടെ വീട് ഫുൾ കളർഫുള്ളാണ്. അതായത് ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഗ്രീൻ കളറായിരുന്നു ഈ ഒരു വീട്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പിങ്ക് കളർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡബിൾ കോട്ടാണ് ഇപ്പോൾ കളർ അവിടെ ഉള്ളത്. ഈ ഡബിൾ കോട്ട് നമ്മൾ ഇളക്കി കളയണം. അങ്ങനെ നമ്മൾ ഫൈനലി ബാക്ക് സൈഡൊക്കെ നമ്മൾ പ്രൈമർ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയും നമ്മൾ പ്രൈമർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു മുകളിലത്തെ ഫ്ലോറ്, കാരണം നമ്മൾ മഴയുടെ ഗ്യാപ്പ് നോക്കിയിട്ട് മുകളിലാണ് ചെയ്യുന്നത് ആദ്യം. അപ്പം ഇവിടെ മഴ തട്ടിയാലും വലിയ സീനില്ല, ഷീറ്റ് ഇറക്കുകയാണ്. പിന്നെ നമ്മളിത് ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആണ്. അവിടെയും ശരിക്കും പ്രൈമർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എന്തോ ദൈവം സഹായിച്ച് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രൈമർ നല്ലതായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കേട്ടോ. പെട്ടെന്ന് ഉണങ്ങിയതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രൈമറും ഇനി കൊള്ളത്തില്ല എങ്കിൽ ഒരുപാട് നേരം ആവും ഉണങ്ങാനായിട്ട്. അപ്പോൾ പ്രൈമറും വലിയ സീനില്ല, പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് ഫുള്ളും അങ്ങനെ മുകളിലത്തെ ഫ്ലോർ ഫുള്ളും പ്രൈമർ അടിച്ചു കഴിഞ്ഞു. ആൻഡ് ഫൈനലി പ്രൈമർ ഡബിൾ കോട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ദൈവം സഹായിച്ച് ഡബിൾ കോട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെയിൽ നല്ലപോലെ ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് വാളിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രൈമറൊക്കെ സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിനി എമല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്, അതായത് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ജയേട്ടൻ്റെ ഫേസ്. ഞാൻ ഇപ്പോൾ കാണിച്ചു കേട്ടോ. ചേട്ടൻ അവിടെ കാര്യമായിട്ട് ബക്കറ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ സ്പാനിയ പെയിൻറ്റ്സിൻ്റെ ആ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത് അമ്മാതിരി സേഫായിരുന്നു. കാരണം നമുക്കിപ്പം ഡോർ ഡെലിവറിയിലാണെങ്കിലും ലീക്കേജ് ആവുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിക്ക് സേഫായിട്ടാണ് നമുക്ക് പെയിൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതാണ് നമ്മൾ ബോർഡറിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കളർ കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റും ഫുൾ വൈറ്റും ഈ ഒരു ഇത് പിസ്ത ഗ്രീനും അല്ല, ഇത് എന്തോ ഒരു ഗ്രീനാണ്. അപ്പോൾ ഈ ഗ്രീനുമാണ് നമ്മൾ ബോർഡറിലേക്ക് പെയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 15 ലിറ്റർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 13 ലിറ്ററിൻ്റെ അടുത്തേ നമുക്ക് ബോർഡറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. എന്നാലും ബാക്കി വരികയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും നമുക്ക് യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 15 ലിറ്ററാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങളുടെ പ്ലാൻ എല്ലാം സഡൻ പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ബോർഡർ കളറിലേക്ക് ഈ ഒരു ഗ്രീനാണ്, ഇത് ഗ്രീൻ ആണോ ബ്ലൂ ആണോ എന്ന് ശരിക്കും ഇനിയും എനിക്ക് അറിയില്ല, പക്ഷേ ഗ്രീൻ എന്ന് കണ്ടാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് നമ്മുടെ വൈറ്റ് കളറിലേക്ക് അത്ര എടുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പെയിൻറ്റ് ചൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ അടിച്ച് വന്നപ്പോൾ നമ്മുടെ സഡൻ പ്ലാനായിട്ട് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ട്വിസ്റ്റ് ഇട്ടു. കാരണം ഈ ഒരു കളറിനേക്കാളും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ നമുക്ക് വീടിൻ്റെ എടുത്ത് കാണുന്നുള്ളൊരു പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വേറൊരു ലിക്വിഡ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗ്രീനിനെ കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീൻ ആക്കാൻ പോവാണ്. എന്നും പറഞ്ഞാൽ അമ്മാതിരി പച്ചയല്ല, പക്ഷെ നമ്മൾ ഈ ഒരു കളറിനേക്കാളും കുറച്ചുകൂടെ
കളർ കൂട്ടുകയാണ് കേട്ടോ ബോർഡറിൽ. നമ്മൾ സെലക്ട് ചെയ്ത എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് നമുക്ക് പെയിൻറ്റ് അവർ അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ പറയുന്നത് ഒരു സട്ടൺ പ്ലാൻ ആയിരുന്നു. കാരണം ഇവരുടെ ഈ ഒരു സ്പാനിയ പെയിൻറ്റിൻ്റെ വൈറ്റ് കളർ ഉണ്ടല്ലോ, അതായത് വൈറ്റ് പെയിൻറ്റ് ഉണ്ടല്ലോ, നല്ല ബ്രൈറ്റ് വൈറ്റ് ആണ് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം നമ്മൾ നല്ല വെള്ളയിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ഓഫ് കളർ അടിക്കുമ്പോൾ അത് അത്ര എടുപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ ആകെ നമ്മൾ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഇതിലിപ്പോൾ നമുക്ക് പെയിൻറ്റിൻ്റെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കൊടുത്ത കളറാണ് അവർ അയച്ചത്. പക്ഷെ നമ്മുടെ പ്ലാൻ ഇങ്ങനെ ചേഞ്ച് ആയിപ്പോയി. സോ അതുകൊണ്ട് പിന്നെ നമ്മുടെ ജയൻ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്, നമുക്കിങ്ങനെ ഒരു ഇതുണ്ട്, കളറുണ്ട്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്ത് ട്രയൽ ചെയ്ത് നോക്കാം, എന്നിട്ട് എന്താണെന്നുള്ളത് ബാക്കി തീരുമാനിക്കാം എന്നുള്ള രീതിക്കാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതേണ്ടോ പിന്നെയും മഴ വന്നു, നല്ല വെയിലും നല്ല മഴയും. കുറുക്കൻ്റെ കല്യാണ ദിവസമായിരുന്നു കേട്ടോ അന്ന്. അപ്പം നമുക്ക് ഒരു കോട്ട് അടിച്ച് കാണിച്ചു തന്നു. നമ്മൾ പ്രൈമർ അടിച്ചതിൻ്റെ മേലെ കൂടെ നമുക്ക് ഒരു കോട്ട് അടിച്ച് ബോർഡർ കാണിച്ചു തന്നു. അപ്പോൾ നമുക്കത് അത്ര ഒരു പിന്നെയും ഒരു എടുപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ മഴ വിടേണ്ട താമസമുള്ളൂ, ഞങ്ങളിങ്ങനെ പുറത്ത് പോയി നോക്കിക്കണം കേട്ടോ എന്ത് കളറാണ് ലാസ്റ്റ് വരിക എന്നുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളിങ്ങനെ സജഷൻസ് പറയുന്നുണ്ട്, ഒരു കോട്ട് അടിച്ചിട്ട് നമുക്ക് ഫൈനൽ നോക്കാം, എന്നിട്ട് എഗെയിൻ വേണമെങ്കിൽ കളർ കൂട്ടാം എന്നുള്ള രീതിക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം മഴയും ഉള്ളൊരു ടൈം ആയതുകൊണ്ട് അവർ പറഞ്ഞു നമുക്കൊരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഇതൊന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡബിൾ കോട്ട് അടിക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതിക്കാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഫ്രണ്ടിൽ വീട്, നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിൽ നിന്നുള്ളൊരു വിഷ്വലാണ് കേട്ടോ. നമുക്കിങ്ങനെ എന്താ പറയുക, റോഡ് അത്ര വീതിയില്ലാത്തതുകൊണ്ട് നമുക്ക് ലോങ് വ്യൂ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പുറം വീട്ടിൽ പോയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കുന്ന സമയത്തായിരുന്നു അടുത്തൊരു ഡിസിഷൻ ഞങ്ങൾ വീണ്ടും മാറ്റിയത്. ഇതേണ്ടോ ഒരു ഓറഞ്ച് കളർ പെയിൻറ്റ് അടിക്കുന്നുണ്ടോ, അത് ഈ ഒരു ബോക്സ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ വൈറ്റ് ഈ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്നാണ് ഈ ഓറഞ്ച് കയറി വന്നതെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഇത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വോളായിരുന്നു, അതിലൊരു യെല്ലോ കളറിൽ 2-3 ലൈനുകൾ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ ചേട്ടന്മാരോടാണ് ചോദിച്ചു, നിങ്ങളിങ്ങനെ ബ്ലാങ്ക് ആയിടുന്നതിനേക്കാളും നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചെയ്ത കുറച്ച് വർക്കുകളൊക്കെ നമുക്ക് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പം ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഇങ്ങനെ അവിടെയൊക്കെ കള്ളിയും ഗോളും ഒക്കെ ആയിട്ട്, എന്നിട്ട് നമ്മളിങ്ങനെ ടേപ്പ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എന്തോ ഒരു സാധനം, അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ ഇനി പറഞ്ഞ് അലമ്പാക്കണില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ഗ്രേ കളറും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്തൊരു മഴയും കാറ്റും കൂടെ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞങ്ങൾ തളരില്ല രാമൻകുട്ടി, തളരില്ല. അങ്ങനെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഇത് തന്നെയാണ് കാണുന്നത്, ഒരു മഴ ഒരു വെയിൽ, അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ മുകളിൽ കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ മഴയുടെ അത്ര സീൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പകുതി ചേട്ടന്മാരും താഴെയും പിന്നെ മുകളിലുമായിട്ടും പിന്നെ ഏറ്റവും മുകളിലും ഒക്കെ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി, ഈ ഒരു ചാരൽ മഴയത്തും നല്ല രീതിക്ക് അവരും ഇതാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞ ഡിസൈനിൻ്റെ ഫൈനൽ ലുക്കിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആ ഒരു ടേപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തായി എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാവേ. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി കേട്ടോ. ഒരു 12 ദിവസത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ 18 മിനിറ്റിൽ കണ്ടു തീർത്തത് കേട്ടോ. അപ്പം ഈ ഒരു ലുക്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലയോ, ഒരു ഓറഞ്ച് കളർ നമ്മൾ സഡൻലി പ്ലാൻ ചെയ്താണ്. നമ്മുടെ ഒരു കളർ എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ, ഈ ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു ബോക്സുകൾ കുറച്ച് ഫില്ല് ചെയ്യാനുള്ളതുകൊണ്ട് എല്ലാം കൂടെ പച്ചമയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ശ്രീരാഗേട്ടൻ്റെ സെലക്ഷനാണ് ഈ ഒരു ഓറഞ്ച് കളർ. അപ്പോൾ ഞങ്ങൾക്കും ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഓറഞ്ച് ബോർഡറും കൂടെ കൊടുത്തപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ലുക്ക് വന്നേ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇനി ബാക്കി ബാലൻസ് ഉള്ളൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് പിന്നെ അതേപോലെ ജനൽ വാതിലുകളൊക്കെ പോളിഷ് ചെയ്യുക. കാരണം പഴയ ജനലും വാതിലൊക്കെയാണ്, മീൻസ് കളറൊക്കെ ഭയങ്കര ഡള്ളായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് പോളിഷ് ചെയ്താലേ എക്സാക്റ്റ് ഒരു ലുക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതും കൂടെ നിൽക്കുമായിരുന്നു. നമ്മൾ ഈ ഒരു ഗേറ്റ് പിന്നെ അതേപോലെ ജനൽ വാതിലൊക്കെ പോളിഷ് ചെയ്യുന്ന സമയത്ത് മഴയില്ല, ഒന്നുമില്ല. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പണിയുള്ള സമയത്ത് മാത്രമാണ് നമ്മളെ മഴ ചതിച്ചത്. എന്നാലും ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നമ്മുടെ ഫൈനൽ ലുക്ക് അത്യാവശ്യം നല്ല മഴ വരുന്നുണ്ട്. ഞാൻ വേഗം ഒന്ന് ഓടിച്ച് കവർ ചെയ്യാം. ഞാൻ എപ്പോൾ ഈ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് ഉമ്മർത്തിറങ്ങിയാലും മഴ വരുന്നുണ്ടോ. അവിടെ കാറ് വന്നു തുടങ്ങി. അപ്പം വീടിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിതുവരെ കളറൊന്നും റിവീൽ ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ബംഗ്ലാവാണോ എന്ന്. ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് എപ്പോഴും ബംഗ്ലാവ് തന്നെയാണ്. ഞങ്ങൾക്കത് ശരിക്കും ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വർഗ്ഗമാണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത കളേഴ്സ് ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി ഞാൻ ചുറ്റും ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ.
സേഫ്റ്റി കൂടെ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ മരങ്ങളും നമ്മൾ വെട്ടി ചെയ്തിട്ട് പുയ്യൊക്കെ വെട്ടി ഇപ്പം അത്യാവശ്യം തുളുർത്ത് വരുന്നുണ്ട്. നമ്മുടെ കിച്ചണും കൂടെ നമ്മളൊന്ന് കളർ മാറ്റിയിട്ടുണ്ട്. കളർ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക് കളർ ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ കബോർഡൊക്കെ ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാതിലുകളൊക്കെ ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്, ജനലൊക്കെ. അപ്പോൾ നമ്മുടെ കിച്ചണിൽ വന്ന ഒരു കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് ഭയങ്കര അലമ്പായി കിടക്കായിരുന്നു. മുകളിലത്തെ ആ ഒരു പെയിൻറ്റ് ഫുള്ളും ബ്ലാക്ക് കളർ ആയിപ്പോയി. അപ്പോൾ നമ്മൾ കിച്ചൺ മാത്രം, ഉള്ളിൽ കിച്ചൺ മാത്രം ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ റൂമിലോ ബെഡ്റൂമിലോ ലിവിങ് ഏരിയയിലോ ഒന്നും നമ്മൾ പെയിൻറ്റിങ് അടിച്ചിട്ടില്ല. കിച്ചണും പിന്നെ അതേപോലെ കുറച്ച് കബോർഡുകളും മാത്രം കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ടുള്ളത് ഈ ഒരു പെയിൻറ്റ് അയച്ച സ്പാനിയ പെയിൻറ്റിൻ്റെ അടുത്താണ് കേട്ടോ. കാരണം നമ്മൾ ഗൂഗിൾ റിവ്യൂ കണ്ടിട്ടാണ് ഇവരുടെ നിന്ന് പർച്ചേസ് ചെയ്തത്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വാവ് റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയത്. കാരണം ഒരു വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ഒരു വൈറ്റ് എന്നുള്ള ഒരു രീതിയിൽ മാത്രമേ ചിന്തിക്കുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള, നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ് വൈറ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു സൺലൈറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഷൈനിങ് ആയിട്ടുള്ളൊരു പെയിൻ്റാണ്. ഞാനത് എനിക്കിനി ഫോണിൽ അത് എടുത്തിട്ട് കിട്ടണില്ല. നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ ഇവിടെ പണിക്ക് വന്ന ചേട്ടന്മാരോടാണ് കേട്ടോ. ഭയങ്കര കമ്പനി ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവർ ഒട്ടും തന്നെ റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ റിലാക്സ് ചെയ്യാനൊന്നും അവർ ഇരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. 5 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെയാണ് അവർ നമ്മുടെ ഈ ഒരു വീടിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചിറ്റൂരുള്ള ടീം തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന പാലക്കാടുള്ള ആർക്കെങ്കിലും ഇവരുടെ കോൺടാക്ട് നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് പറയാണ്. ആൻഡ് ഇതാണ് നമ്മുടെ മുകളിലത്തെ വ്യൂ വരുന്നത്. ഈ വൈറ്റ് കളർ കാണുന്നൊക്കെ നമുക്ക് നേരത്തെ പിങ്ക് കളർ ആയിരുന്നു. അപ്പൊ അതൊക്കെ പോയപ്പോൾ നല്ല വെളിച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ അടിപൊളി. പിന്നെ നമ്മുടെ ജനലും വാതിലൊക്കെ പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം പണി കഴിഞ്ഞ ആ ടൈമിൽ ഞാൻ എടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഒട്ടും വൃത്തിയാക്കിയിട്ടൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്ലോറൊക്കെ കണ്ടോ അലമ്പായി കിടക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് ആ ഒരു മഴയുടെ മുന്നുള്ള ഒരു വെയിൽ കണ്ടപ്പോൾ വേഗം വീഡിയോ കവർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിൽ ചെയ്തേക്കുന്നത്. പിന്നെ ചെടികളൊന്നും വെച്ചിട്ടില്ല. ശ്രീരാട്ടൻ പറഞ്ഞിട്ടുണ്ട് വെക്കരുത് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനി ചെടികളൊന്നും മുകളിൽ വെക്കണില്ല. താഴെ വേറെ സ്ഥലം നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡിസൈൻ വർക്ക്. അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് പറയണം കേട്ടോ. ഈ ഡിസൈനിന് വേണ്ടിയിട്ട് ആ ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 2 ദിവസം കൊണ്ടൊക്കെയാണ് തീർത്തത്. അപ്പം നല്ല രസമായിട്ട് ഫിനിഷിങ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ പോലെ എന്താ പറയുക ശരിക്കും കിടക്കുള്ളൂ വീട്. അപ്പം എൻ്റെ ഹാങ്ങിങ് പോട്ടൊക്കെ കിടക്കണ കണ്ടോ ഒന്നുമില്ല, വെറുതെ ഹാങ് ചെയ്ത് കിടക്കുക. എന്തിനാണ് കിടക്കണമെന്ന് അവന്മാർക്ക് പോലും അറിയില്ല. അപ്പോൾ ഈ ഹാങ്ങിങ് പോട്ടൊക്കെ ഞാൻ കൊറോണ സമയത്ത് വാങ്ങിയതാട്ടോ. ആകെ തുരുമ്പ് പിടിച്ച് അലമ്പായി പോയി. പിന്നെ എന്തോ നിൽക്കുന്നവരെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടിരിക്കുക കേട്ടോ. പിന്നെ ആകെ വെട്ടാതെ വിട്ട മരം എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് കളർ പൂവുള്ള മരം മാത്രമാണ്. പിന്നെ അപ്പുറം ഒരു മാതളങ്ങയുടെ ചെടി, അത് ഞാൻ ശ്രീരാഘേട്ടൻ്റെ കണ്ണിൽ കാണിച്ചിട്ട് പോലും ഇല്ല. ആകെ ഈ ഒരു ചെടി മാത്രമേ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നുള്ളൂ. നിങ്ങൾ പറ ഇങ്ങനെ പൂത്തിക്കുമ്പോൾ എങ്ങനെ നമുക്ക് വെട്ടിക്കളയാൻ തോന്നും അല്ലേ? ഇനി നമുക്ക് കുറച്ച് വർക്കോടെ ബാക്കിയുണ്ട്. അപ്പം നമ്മൾ ഇനി ഒരു ഓണം ടൈമിലൊക്കെ ഒരു വെയിൽ വരുമല്ലോ, ആ ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡിങ് വെച്ചേക്കാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ ഇൻ്റർലോക്ക് ഉണ്ടല്ലോ, ഇൻ്റർലോക്ക് ഫുള്ളും കളർ ഡിമ്മായി കിടക്കുകയാണ്. അപ്പോൾ ഇൻ്റർലോക്ക് ഒന്ന് പോളിഷ് ചെയ്യണം. പിന്നെ അതേപോലെ മുകളിൽ കണ്ടോ ഈ ഒരു ഇവിടെ നമുക്ക് വാട്ടർ പ്രൂഫിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ട്, അത് ചെയ്യണം അത്ര. പക്ഷെ അതിപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഉണങ്ങണം, അല്ലെങ്കിൽ അത് പണി പാളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്തില്ല. ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് ക്ലൈമറ്റ് നമ്മളെ ചതിച്ചു. സോ അതുകൊണ്ട് ഇനിയും വെറുതെ കാശ് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് പെൻഡിങ്ങിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു എന്താ പറയുക സ്ഥലത്ത് നമുക്ക് വാട്ടർ പ്രൂഫിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെയ്യും. പിന്നെ ഇവിടെ കുറച്ച് തേപ്പ് പണികളൊക്കെ ഉണ്ടായിരുന്നു. തേപ്പ് പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ തേപ്പൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി. ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ. പണ്ട് ഞാൻ മ്യൂസിക്കലിയും ടിക്ടോക്കൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇതിൽ തന്നെയായിരുന്നു, ഈ ടെറസിൽ തന്നെയായിരുന്നു നമ്മുടെ വീട് കെട്ടുന്നതിന് മുന്നൊക്കെ ഈ ഒരു വ്യൂവിൽ തന്നെയാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റാട്ടോ, നല്ല കാറ്റും വെളിച്ചമൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ
നീണ്ട ഒരു 2 ആഴ്ചയുടെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ വീട് പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു 7 വർഷത്തിൻ്റെ ശേഷമാണ് നമ്മൾ നമ്മുടെ വീടൊന്ന് ഒരു മോഡിഫൈ ചെയ്യുന്നത്, ഒരു കളറൊന്ന് മാറ്റുന്നത്. സോ അത് നമുക്ക് ചെറിയ കാര്യമൊന്നുമല്ല, ഞങ്ങൾക്ക് വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ വീട് ടോൺ. അപ്പോൾ കളറൊക്കെ മാറ്റി. ഞങ്ങളിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ റീൽസൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ പേര് പറയും ഇതെന്താ കാടാണോ വീടാണോ ഇതിലെവിടെയാണ് വീടെന്നൊക്കെ ചോദിക്കും. ഒത്തിരി മരങ്ങളുണ്ടായിരുന്നു. നമ്മളെല്ലാം ഈ ഒരു ഫിനിഷിങ് ലുക്കിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒരു ടൈം എടുത്ത് ലാഗ് ചെയ്ത പണിയാണ്. എന്നാലും നമ്മൾ ലാസ്റ്റ് ഫൈനൽ ലുക്കിൽ നമ്മൾ എന്തായാലും ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കുറേ ക്ലിപ്പുകൾ നമ്മൾ എന്താ പറയുക, കുറേ എണ്ണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല, മഴയുടെ ഒക്കെ ഒരു കാര്യങ്ങളായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ഈ ഒരു വീടിൻ്റെ കളറ് അല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണം. അപ്പം എന്താ പറയുക, ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടായിരിക്കും, ഈ കളറായിരിക്കും നിങ്ങൾ കൂടുതലും കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഐഫോൺ കിട്ടിയ ഗൈസ്, ഇനി ഞാൻ വരും, പവർ പാക്കായിട്ട് ഞാൻ വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.